ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ EVS ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 വാട്ടർ ആൻഡ് സോയിൽ. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 വാട്ടർ ആൻഡ് സോയിൽ. അപ്പോൾ ഇതിന് മുന്നുള്ള യൂണിറ്റ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. യൂണിറ്റ് 3 വാട്ടർ ആൻഡ് സോയിൽ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. സോയിൽ എന്ന് പറഞ്ഞാലോ മണ്ണ്. അപ്പോൾ വെള്ളത്തിനെ കുറിച്ചിട്ടും മണ്ണിനെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? മഴ പെയ്യുന്ന ചിത്രമാണ്. ദെൻ ഒരു പോമും കൊടുത്തിട്ടുണ്ട്. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദ ഗെയിം ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്. അപ്പോൾ എന്താണ്? കുട്ടനും കുട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മഴ പെയ്യുന്നത്. The sky darkened and lightning flashed. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് ran to their homes. അപ്പോൾ എന്താണ്? സ്കൈ, ആകാശം പെട്ടെന്ന് എന്താണ്? ആകെ ഇരുട്ടായി. പിന്നെ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്, അതായത് മിന്നലൊക്കെ അടിക്കാനായിട്ട് തുടങ്ങി. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് ran to their homes. അപ്പോൾ എന്താണ്? കുട്ടനും കുട്ടൻ്റെ ഫ്രണ്ട്സും വീട്ടിലേക്ക് ഓടിപ്പോയി. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, pitter patter sounds. Then it became mighty rain. The rain stopped and the clouds vanished. The soil cooled and flowers bloomed. Kuttan joined his friends to play and had begun fun. Dagadim doom. അപ്പോൾ എന്താണ്? മഴ പെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ചെറുതായി മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ സൗണ്ട്, പിക്ചർ പാറ്റർ സൗണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്താ? മഴ പിന്നെ മാറാനായിട്ട് തുടങ്ങി. ഭൂമിയൊക്കെ ആകെ നനഞ്ഞ് ദെൻ കുട്ടനും കുട്ടൻ്റെ ഫ്രണ്ട്സും കൂടി കളിക്കുകയാണ്. തകതിം ദോം എന്നൊക്കെ പാടിയിട്ട് സന്തോഷിച്ചിട്ട് കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മഴ പെയ്യുന്ന ഒരു പോമാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇനി മരവും അതുപോലെ ചെടിയും അതുപോലെ കിളിയും ഒക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെന്താ പറയുന്നത് നമുക്ക് നോക്കി നോക്കാം. ആദ്യം ട്രീ എന്താ പറയുന്നത്? വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് ഇൻ എ ഫൺ ഇൻഡീഡ്. അപ്പോൾ എന്താണ്? നോക്കൂ, എൻ്റെ മേത്ത് മഴത്തുള്ളികൾ, റെയിൻ ഡ്രോപ്സ് വന്നിട്ട് ഇങ്ങനെ ചിന്നി കിടക്കുന്നത് എന്ന് നമ്മുടെ ട്രീ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേർഡ് എന്താ പറയണത്? ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ ബിക്കോസ് I was in the hole of the tree. It was cold out here. അപ്പോൾ എന്താണ്? എൻ്റെ മേത്തേക്ക് മഴത്തുള്ളി ഒന്നും വീണില്ല, കാരണം ഞാൻ ഈ മരത്തിൻ്റെ പൊത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണ്? ഇവിടെ നല്ല തണവുണ്ട് എന്നാണ് ആ ബേർഡ് പറയുന്നത്. ഇനി എന്താ? ഇനി പ്ലാന്റ് ആണ്. ഇനി പ്ലാന്റ് എന്താ പറയുന്നത് നോക്കി നോക്കാം. The soil is wet and drenched. I will now have new shoots coming. മണ്ണെന്താ? മണ്ണാകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. അതായത് പുതിയ ആളുകളൊക്കെ ഇനി ഉണ്ടാവാൻ, പുതിയ ചെടികളൊക്കെ ഇനി ഉണ്ടാവാനായിട്ട് തുടങ്ങും എന്നാണ് ആ ചെടി പറയുന്നത്. അടുത്തത് എന്താ? വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ യുവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ റെയിൻ. അപ്പോൾ എന്താണ്? മഴ പെയ്തതിന് ശേഷം നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? എന്താണ്? നമ്മുടെ മണ്ണൊക്കെ നല്ല വെറ്റാവും, പിന്നെ അതുപോലെ കുളമൊക്കെ നിറയും, അതുപോലെ പുതിയ ലീവ്സൊക്കെ ഗ്രോ ചെയ്യും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പുതിയ മഷ്റൂംസൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? ദ സോയിൽ വിൽ ബി വെറ്റ്, ദ റിവർ, ദ വെൽ and the pond will be full. അപ്പോൾ എന്താണ്? സോയിൽ വെറ്റാവും, ദെൻ റിവറും വെല്ലും പോണ്ടും ഒക്കെ, കുളം കിണറൊക്കെ എന്താവും? നിറയും. the trees will grow new leaves. അപ്പോൾ പുതിയ ലീവ്സൊക്കെ ട്രീസിൻ്റെ മേലെ വരും. the soil will grow new grass. സോയിലിൽ എന്താ? പുതിയ ചെടികളൊക്കെ, പുല്ലൊക്കെ വളരും. മഷ്റൂംസ് വിൽ സ്പ്രോട്ട് ആൻഡ് ദ കോൾഡ് വിൽ ഗ്രോ. അപ്പോൾ എന്താണ്? മഷ്റൂംസൊക്കെ ഉണ്ടാവും. പിന്നെ ഫുള്ളൊരു തണുത്ത ഒരു അന്തരീക്ഷം, തണുപ്പായിരിക്കും അല്ലേ മഴ പെയ്താൽ. അപ്പോൾ ഇത്രയും എഴുതണമെന്നില്ല, ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി എന്താ? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാരുടെ ബുക്കിൽ എഴുതാനാണ്. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. അപ്പോൾ എന്താണ്? എല്ലാ കാലത്തും നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ മഴ പെയ്യോ? ഇല്ല അല്ലേ? നോ.
ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ? അപ്പോൾ ഏതൊക്കെ മാസത്തിലാണ്? അപ്പോൾ സാധാരണ നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് മഴ പെയ്യാറ്. ഓക്കെ, സീ ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ about the rainfall in the month of June in Kerala. അപ്പോൾ എന്താണ് കേരളത്തിൽ ജൂൺ മാസത്തിൽ മഴ പെയ്യുന്നതിൻ്റെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ എന്താണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നല്ല റെയിൻഫോൾ ഉണ്ട്. ഇനി എന്താ സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം ജില്ലയിൽ മഴ നല്ല കുറവാണ്. അപ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് കോഴിക്കോട് മഴ വളരെയധികം കൂടുതലാണെന്നും തിരുവനന്തപുരത്ത് മഴ നല്ല കുറവാണെന്നാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ പറയുന്നത്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ? അപ്പോൾ ഈ മഴയുടെ അളവ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക? മഴ അളന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ബൈ മെഷറിങ് ദ റെയിൻഫോൾ. ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ? അപ്പോൾ എന്താണ് നമുക്ക് മഴ മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ്. തീർച്ചയായും പറ്റും. വി ക്യാൻ സീ വാട്ടർ ഇൻ ദ എംപ്റ്റി വെസൽസ് പ്ലേസ്ഡ് ഇൻ ദ കോർട്ട്യാർഡ് ആഫ്റ്റർ ദ റെയിൻഫോൾ. അപ്പോൾ എന്താണ് നമ്മൾ മുറ്റത്തൊക്കെ പാത്രം വെച്ചാൽ മഴയ്ക്ക് ശേഷം എന്താ അത് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ദ റെയിൻഫോൾ. ക്യാൻ വി മെഷർ ദ വാട്ടർ? അപ്പോൾ എന്താണ് അതിലുള്ള വെള്ളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എത്രമാത്രം മഴ പെയ്തു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുമോ? ഷോൾ വി മേക്ക് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ? അപ്പോൾ ഈ റെയിൻഫോൾ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. റെയിൻ ഗോജ്. ദ റെയിൻ ഗോജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. അപ്പോൾ എന്താണ് റെയിൻ ഗോജ് എന്ന് പറഞ്ഞാൽ ഈ മഴ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് റെയിൻ ഗോജ്. എന്താണ്? ദ റെയിൻ ഗോജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. ഓക്കെ, ഇനി എന്താ ഹൗ ക്യാൻ വി മേക്ക് ദിസ്? എങ്ങനെ നമുക്ക് ഈ റെയിൻ ഗോജ് ഉണ്ടാക്കാം? അപ്പം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയൽസ് നീഡഡ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം, ഒരു ഫണൽ വേണം, ഒരു സ്കെയിൽ വേണം. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് റെയിൻ ഗോജ് ഉണ്ടാക്കി നോക്കാം. ഹൗ ടു മേക്ക്? ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കി നോക്കാം. ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ദ പിക്ചർ ഉണ്ട്. അപ്പോൾ ആ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യണം? ഈ സ്കെയിൽ ഗ്ലാസ് ബോട്ടിലിന് ഫിക്സ് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് എന്താ? പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. എന്നിട്ട് ആ ഗ്ലാസ് ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് എന്ത് നമ്മൾ വെക്കണം? നമ്മുടെ കയ്യിലുള്ള ഫണൽ നമ്മൾ അതിന്മേൽ വെക്കണം. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. എന്നിട്ട് ഈ ബോട്ടിൽ എന്താ ഒരു തുറന്നായിട്ടുള്ള ഒരു പുറത്തൊരു നല്ലൊരു സ്ഥലത്ത് ഓപ്പൺ സ്പേസിൽ ഇത് വെക്കണം. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ് അതിൽ വാട്ടർ ലെവൽ നോട്ട് ചെയ്യുക. Make a rain gauge with the help of your friends and measure the rainfall each day ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റെയിൻ ഗോജ് കൂട്ടുകാർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകാർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് എന്താ ഓരോ ദിവസം എത്ര മഴ ലഭിച്ചു റെയിൻഫോള് കൂട്ടുകാർ എഴുതി നോക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് കൂട്ടുകാർ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെയാണ് ഫണലും സ്കെയിലും ഒക്കെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മളത് തുറന്ന ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിൽ എത്ര വെള്ളം അതിൽ വീണിട്ടുണ്ട് നോക്കി നോക്കുക. എന്നിട്ട് കൂട്ടുകാർ ഓരോ ദിവസം ഡേ 1, ഡേ 2, ഡേ 3 അത് ഡേറ്റ് എഴുതിയിട്ട് അതിന് എത്രത്തോളം റെയിൻഫോൾ കിട്ടിയെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, remember to note down the amount of rainfall each day on the class bulletin board. അപ്പോൾ എന്താണ് ഓരോ ദിവസത്തെയും റെയിൻഫോൾ നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ? അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്ത ശേഷം ദിവസം ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ദെൻ വിച്ച് ഡേ ഹാസ് ദ ലോവസ്റ്റ് റെയിൻഫോൾ? ഏറ്റവും കുറവ് മഴ എന്നാ പെയ്ത സ്കെയിൽ നോക്കിയാൽ മതി. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ
നമുക്ക് കിട്ടിയത് ഏതാണെന്ന് വെച്ചാൽ അത് ലോവസ്റ്റ് റെയിൻഫോൾ ആയിരിക്കും. അപ്പോൾ അത് ഏത് ഡേ ആണെന്ന് വെച്ചാൽ അത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. ഈസ് ദർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഓൾ? അപ്പോൾ എന്താ മഴ പെയ്യാത്ത വല്ല ദിവസം ഉണ്ടെങ്കിൽ അതും അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് എന്താ? എ റെയിൻ ഗോജ് ഫോർ മീ. മേക്ക് എ റെയിൻ ഗോജ് അറ്റ് ഹോം. റൈറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ സ്കൂളിൽ എല്ലാവരും കൂടിയിട്ട് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതുണ്ടാക്കി പഠിച്ചാൽ വീട്ടിൽ കൂട്ടുകാർ സ്വന്തമായിട്ടൊരു റെയിൻ ഗേജ് ഉണ്ടാക്കിയിട്ട് എന്താ മഴയുടെ അളവൊക്കെ ഒന്ന് അളന്ന് നോക്കുക. ഓക്കെ, വാട്ട് ഡസ് ദ റെയിൻ വാട്ടർ ഗോ? ഇനി നമുക്ക് അടുത്തത് പഠിക്കാൻ എന്താണ്, എവിടേക്കാണ് ഈ മഴ വെള്ളമൊക്കെ പോകുന്നത്? വാട്ട് ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ ദ റെയിൻഫോൾ? അപ്പോൾ മഴ പെയ്തതിന് ശേഷം ഈ മഴ വെള്ളമൊക്കെ എങ്ങണ്ടാ പോകുന്നത്? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. 2 പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ 1 എന്താ, ഫിൽ ഡ്രൈ സോയിൽ ഇൻ എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള, അതായത് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് സോയിൽ ഇടുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്താ ഒരു ഹോള്, ഒരു പൊത്തുണ്ടാക്കുക, ഒരു തുള ഉണ്ടാക്കുക. ഓക്കെ, ഇനി പിക്ചർ 2 എന്താണ് ആവശ്യമായ സാധനങ്ങൾ? പ്ലാസ്റ്റിക് ബോട്ടിൽ, വാട്ടർ, നീഡിലൊക്കെ ആവശ്യമുണ്ട്. യൂസ് ദ ഒബ്ജക്റ്റ് ഇൻ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് ദ പിക്ചർ 1. അപ്പോൾ എന്താണ്, പിക്ചർ 2 ഉപയോഗിച്ചിട്ട് പിക്ചർ 1 എന്താ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ നീഡിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഓട്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ എന്താ ഇതിൻ്റെ ഈ പിക്ചർ 1 വെള്ളം കിട്ടും അല്ലേ. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ? അപ്പോൾ ഈ വെള്ളം ഈ എന്താ പറയുക സോയിലിൽ എത്തിയാൽ, സോയിൽമ ടച്ച് ചെയ്താൽ എന്താണ് സംഭവിക്കുക? എന്താണ്, ആ വെള്ളം മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകൂലേ. ദ വാട്ടർ സിങ്സ് ഇൻ ടു ദ സോയിൽ. വെള്ളം മണ്ണിൻ്റെ അടിയിലേക്ക് പോവും. ഓക്കെ, പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്, റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി, ഡ്രോ പിക്ചർ 2. അപ്പോൾ എന്താണ്, ഈ പിക്ചറൊക്കെ വരച്ചിട്ട് കൂട്ടുകാരുടെ ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്തിട്ട് എന്താണ്, ഈ ബോട്ടിലിൻ്റെ മണ്ണിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം എന്ത് ചെയ്യും? ആ വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ താഴ്ന്നു വരും. ദ വാട്ടർ സിങ്സ് ഇൻ ടു ദ സോയിൽ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വാട്ടർ സോഴ്സസ്. അപ്പോൾ നമുക്ക് വാട്ടർ സോഴ്സസ്, വെള്ളത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് എന്ന് നോക്കി നോക്കാം. ദ വെൽ ഈസ് മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഒരു പെൺകുട്ടി, ആദ്യത്തെ പെൺകുട്ടി എന്താ പറയണത്? എൻ്റെ വീട്ടിലെ കിണറ്റിൽ ഫുള്ളും വെള്ളമാണ്. ഇനി അടുത്ത ബോയ് എന്താ പറയണത്? ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോവൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്താ കുഴൽ കിണറാണ്. വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. അപ്പോൾ അതിലത്തെ വെള്ളം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല എന്നാണ്. ഇനി മൂന്നാമത്തെ കുട്ടി എന്താ പറയണത്? ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗീവ്സ് അസ് വാട്ടർ നീഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പേർപ്പസസ്. അപ്പോൾ എന്താണ്, ഞങ്ങളുടെ ഫാം ലാൻഡിൻ്റെ അവിടെയുള്ള പോണ്ടാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫാമിങ്ങിനും അതുപോലെ തന്നെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും തരാറ്. അപ്പോൾ എന്താണ്, 3 കുട്ടികൾക്കും അവർക്ക് വെള്ളം കിട്ടുന്ന വഴിയാണ് പറയുന്നത്. ആദ്യത്തെ കുട്ടിക്ക് എന്താ, വീട്ടിൽ കിണറുണ്ട്, ആ കിണറ്റിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. ദെൻ രണ്ടാമത്തെ കുട്ടിക്ക് കുഴൽ കിണറ്റിൽ നിന്നാണ്. ദെൻ മൂന്നാമത്തെ കുട്ടിക്ക് എവിടുന്ന, പോണ്ടിൽ നിന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ അടിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരുടെ വീട്ടിൽ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? അപ്പോൾ കിണറ്റിൽ നിന്നാണെങ്കിൽ വെള്ളം എന്ന് എഴുതി കൊടുക്കുക, കുഴൽ കിണറാണെങ്കിൽ ബോർവെൽ എന്ന് എഴുതി കൊടുക്കുക, ദെൻ പോണ്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ പോണ്ട് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലത്തെ കാര്യം വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം.
ഇനി അടുത്തത് എന്താ? വാട്ടർ ഫോർ ലൈഫ്. അപ്പോൾ എന്താണ്? ആദ്യം കൂട്ടുകാർ പിക്ചർ ഒന്ന് നോക്കുക. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒന്ന് നോക്കുക. ദീസ് ക്രിയേച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. അപ്പോൾ ഈ ക്രിയേച്ചേഴ്സ്, ഈ പിക്ചറിൽ കാണുന്ന ക്രിയേച്ചേഴ്സൊക്കെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കാണുന്ന വെള്ളം അവർ ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദേ? അപ്പോൾ എന്തൊക്കെ റീസൺസിനാണ്, എന്തൊക്കെയാണ് ഇവർ ഈ വെള്ളം ഉപയോഗിക്കാൻ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ വാട്ടർ ഉപയോഗിക്കുന്നത്? അപ്പോൾ എന്തിനൊക്കെയാണ്? ഡ്രിങ്ക് ചെയ്യാൻ, ടു ഡ്രിങ്ക്, ടു ബാത്ത്, ടു സർവൈവ്. അവർക്ക് വെള്ളം കുടിക്കാനും അവർക്ക് ബാത്ത് ചെയ്യാനും കുളിക്കാനും അതുപോലെ തന്നെ ഈ മീനുകൾക്കൊക്കെ അവർക്ക് ജീവിക്കാനും സർവൈവ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ വെള്ളം ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ അടുത്തത് എന്താണ്? ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ക്രിയേച്ചറും ദ യൂസ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫിഷിന് എന്തിനാണ്? അതിന് താമസിക്കാൻ, ടു ലിവ്, താമസിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. എലഫൻ്റ് ആണെങ്കിലോ, എലഫൻ്റ് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ബാത്തിങ്ങിനും വേണ്ടിയിട്ട്, ടു ഡ്രിങ്ക് ആൻഡ് ബാത്ത്. അപ്പോൾ വെള്ളം കുടിക്കാനും ബാത്തിങ്ങിന് വേണ്ടിയിട്ടും. ഡിയർ എന്താണ്? ഡിയറും അങ്ങനെ തന്നെയാണ്, ടു ഡ്രിങ്ക് ആൻഡ് ബാത്ത്. ടൈഗറും ടു ഡ്രിങ്ക് ആൻഡ് ബാത്ത്. ക്രെയിനൊക്കെ ആണെങ്കിലോ, ക്രെയിൻ ടു ഡ്രിങ്ക് ആൻഡ് ഈറ്റ് അക്വാട്ടിക് ലൈഫ് ഓർ അക്വാട്ടിക് ആനിമൽസ്. അപ്പോൾ എന്താണ്? വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ അതിലുള്ള ചെറിയ ചെറിയ അക്വാട്ടിക് ആനിമൽസിനെ കഴിക്കാനും. ഇനി മങ്കി ആണെങ്കിലോ, ടു ഡ്രിങ്ക് ആൻഡ് ബാത്ത്, കുളിക്കാനും അതുപോലെ കുടിക്കാനും ഒക്കെയാണ് അവർ വെള്ളം ഉപയോഗിക്കുന്നത്. എന്താ? വാട്ട് പർപ്പസ് ഡു വി യൂസ് വാട്ടർ ഫോർ? ഇനി നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്? അപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ്, വാഷിംഗ് ക്ലോത്ത്സ്, ഫാമിംഗ് പർപ്പസസ്, വാട്ടറിങ് പ്ലാന്റ്സ്, വാഷിംഗ് ഡിഷസ്, വാഷ് വെഹിക്കിൾസ്, ഫോർ ഫാക്ടറി യൂസ്. അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2-3 അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താ? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു പിക്ചർ, വെള്ളമൊന്നും ഇല്ലാണ്ട് കുറേ ആൾക്കാർ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? അപ്പോൾ എന്താണ്? ഈ ഹ്യൂമൻ ബീയിങ്സിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ലിവിങ് തിങ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഡിസ്കസ് ആൻഡ് റൈറ്റ്. If humans and animals don't get enough water, they will feel very thirsty and tired. അപ്പോൾ എന്താണ്? അവർക്ക് നല്ല തേഴ്സ്റ്റിയും ദാഹവും അവർ നല്ല ക്ഷീണവും ഒക്കെ ആവും. Then our bodies will get sick and weak. അപ്പോൾ എന്താണ്? നമ്മുടെ ബോഡീസൊക്കെ സിക്കും വീക്കും ആവും. ദെൻ പ്ലാന്റ്സിൻ്റെ കേസിലോ, പ്ലാന്റ്സ് വിൽ വിൽറ്റ് ആൻഡ് മൈറ്റ് ഈവൻ ഡൈ. അപ്പോൾ എന്താണ്? ആകെ വരൾച്ച ബാധിച്ച് അപ്പോൾ മരിച്ചു പോവാൻ വരെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. നമുക്ക് ബാത്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രിങ്ക് ചെയ്യാൻ പറ്റില്ല, അതുപോലെ കുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമ്മുടെ ഡിഷസ് വാഷ് ചെയ്യാൻ, ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ 2-3 പോയിന്റ്സ് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് നല്ലതെന്ന് തോന്നുന്ന 2-3 പോയിന്റ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോകളിൽ ദെൻ അതിൻ്റെ നോട്ട്സും എല്ലാതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത്രയും പറഞ്ഞത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.